ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. നാളെ ദ്വാരപാലക പാളികളിലെ ശാസ്ത്രീയ പരിശോധന നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കില്ലെന്നാണ് സൂചന. ഇന്ന് രാവിലെയാണ് SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT സന്നിധാനത്തെത്തിയത്. കൂടിയാലോചനകൾക്ക് ശേഷം സന്നിധാനത്തെ പരിശോധന ഏത് തരത്തിൽ വേണമെന്നതിൽ തീരുമാനമെടുക്കും. നാളെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ദ്വാരപാലക പാളികളിലും കട്ടിലപ്പാളികളിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കണ്ടെത്താൻ ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിക്കും. രാസപരിശോധനയ്ക്ക് വിധേയമാക്കാൻ 1 സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിക്കും. SIT സംഘത്തിനൊപ്പം ശാസ്ത്രീയ പരിശോധനാ വിദഗ്ധരും സ്മിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ SIT ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കില്ല. ശബരിമലയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി SP ശശിധരൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ നടപടിയുണ്ടാകുക. കേസിൽ അറസ്റ്റിലായ N വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല. വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകുക. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.